കാരണം റഹീം സാമ്പത്തിക പ്രശ്നത്തിൽപ്പെട്ട് അവിടെ വരുമാനമില്ലാത്തൊരവസ്ഥയിൽ നാട്ടിലേക്ക് പണം അയക്കാൻ പറ്റാത്ത, കോവിഡിന് ശേഷം കൃത്യമായി പണം അയക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലും ഇവിടെ ഒരു ധാരാളിത്തം കാണിച്ചുള്ള ജീവിതമാണ് ഇത്തരത്തിൽ ആ കുടുംബത്തെ ഏകദേശം 50 ലക്ഷം രൂപ അടുപ്പിച്ചുള്ള കടബാധ്യതയിലേക്ക് കൊണ്ടെത്തിയ നിഗമനത്തിൽ അഫാൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തൊരു മൈക്കിന്റെ ഒരു സൗണ്ട് ഉണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അതിന് ഞാൻ സോറി പറഞ്ഞേക്കാം. അഫാൻ സംബന്ധമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛനും മോനെയും കൂടെ നിർത്തി പോലീസ് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ ആദ്യം മോനോട് ചോദിച്ചു, നീ എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലടാ മോനെ എന്നാ ചോദിച്ചത്. അപ്പൊ പറഞ്ഞേക്കുന്ന അനിയനും അമ്മയും തെണ്ടി ജീവിക്കുന്ന കാണാൻ വയ്യാത്തതുകൊണ്ട് അച്ഛാ ഞാൻ അങ്ങനെ ചെയ്തതെന്നാണ് മോൻ പറയുണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും കടം കയറിയിരിക്കുന്ന സമയത്തും ഈ നാറിക്ക് 2.5 ലക്ഷം രൂപയുടെ ബൈക്കാ മേടിച്ചത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എടാ ജീവിക്കാൻ പഠിച്ചവനായിരുന്നെങ്കിൽ ഇത് കാണിക്കുമായിരുന്നോടാ വിവരം കെട്ടവനെ? ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് എന്നോട് ചോദിക്കുക. ഇപ്പോഴത്തെ റിപ്പോർട്ടും കാര്യങ്ങളും വന്നിരിക്കുന്നത് സാമ്പത്തിക പ്രശ്നം കാരണം കൊണ്ട് തന്നെയാണ് ഈ കൊലപാതകം നടക്കാനുള്ളതും സാഹചര്യം ഒക്കെ. പിന്നെ അതുപോലെ തന്നെ അന്ന് കൊലപാതകം നടന്ന അന്ന് തന്നെ 50,000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ തട്ടത്തിൻ മലയത്തിൽ എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഷെമിയുടെ അമ്മയുടെ അനീത്തിയുടെ വീട്ടിൽ ഇവർ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 200 രൂപ ഈ ഫർസാനയുടെ എന്നാണ് ഇവൻ മേടിച്ചത്. ഗൂഗിൾ പേ അങ്ങാണ്ട് ചെയ്താൽ കൊച്ചു കൊടുക്കുകയും ചെയ്ത് 100 രൂപയുടെ പെട്രോൾ അടിച്ച് 100 രൂപയുടെ ദോശയും ചമ്മന്തി ഇവർ മേടിച്ച് കഴിക്കുകയും ചെയ്തു. ഇവരുടെ 1 രൂപ എടുക്കാനില്ല. ഒരു ദിവസം 5,000-10,000 രൂപയുടെ ആഡംബര ജീവിതം നടത്തി അവർക്ക് 100 രൂപ എടുക്കാൻ പറ്റാത്തതിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഓവറായിട്ട് കടവും കാര്യങ്ങളും എന്താ പറയണ്ടേ, ഇഷ്ടമുള്ള രീതി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു പോയപ്പോൾ പറ്റിയതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് 5,000-10,000 രൂപയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസത്തെ ചെലവ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. കടം കയറി വന്നപ്പോഴത്തേക്ക് 50 ലക്ഷത്തോളം കടങ്ങളുണ്ട്. അച്ഛനെയും മോനെയും മുൻനിർത്തിയാണ് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് കൂടുതൽ വിവരങ്ങളൊന്നും അവർ പുറത്തു വിട്ടിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ പുറത്തു വിട്ടിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സിനിമ പ്രേരിപ്പിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും മാർക്കോ എന്ന് പറഞ്ഞാൽ എല്ലാവരും മാർക്കോടെ നെഞ്ചത്തോട്ട് കയറിയായിരുന്നു. സിനിമ ഒന്നും അവനെ ഇതാക്കിയിട്ടൊന്നുമില്ല. അവൻ അന്നേരത്തെ മാനസികാവസ്ഥ ചെയ്തതാണെന്നൊക്കെയാണ് അവൻ പറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു സഭ്യ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വെഞ്ഞാറമൂട് കോട്ടക്കൊലയ്ക്ക് പിന്നിൽ സാമ്പത്തിക ബാധ്യത തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. അഫാന്റെയും അച്ഛൻ റഹീമിനെയും ഒരുമിച്ചിരുത്തി മൊഴിയെടുത്തു. എല്ലാം തീർത്തില്ലേ എന്ന് ചോദിച്ച് മൊഴിയെടുക്കലിനിടെ റഹീം പൊട്ടിക്കരഞ്ഞു. അമ്മയും അനുജനും തെണ്ടുന്നത് കാണാൻ വയ്യെന്നാണ് അഫാൻ മൊഴി നൽകിയത്. കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. കെ അരുൺകുമാർ വിശദാംശങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അരുൺ, റഹീമിന് വിദേശത്ത് ചില സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടായെങ്കിലും ആ സാമ്പത്തിക ബാധ്യത പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അഫാന്റെ സ്വാധീനത്തിൽ അമ്മയ്ക്കും പരിധിയില്ലാത്ത കടങ്ങളുണ്ടായി. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വാഹനങ്ങളടക്കമുള്ള ആഡംബരങ്ങളിലേക്ക് അഫാൻ പോയി. ഒടുവിൽ ഈ കടം നികത്താൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ അഫാനാണ് ഈ കടങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഒരു പക്ഷേ അമ്മയായിരിക്കാം അന്ന് നിസ്സഹായമായി കണ്ണടച്ചു നിന്നത്. അവർ രണ്ടുപേരൊഴികെ ബാക്കി നിരപരാധികളെ മുഴുവൻ മരണത്തിലേക്ക് തള്ളിവിട്ടു, അല്ലെങ്കിൽ മരണശിക്ഷ നൽകി എന്ന് വേണോ കരുതാൻ? തീർച്ചയായും പി ജി, അഫാന്റെയും അമ്മയുടെയും സാമ്പത്തിക ഒരു അച്ചടക്കമില്ലാത്ത ജീവിതമാണ്. കാരണം റഹീം സാമ്പത്തിക പ്രശ്നത്തിൽപ്പെട്ട് അവിടെ വരുമാനമില്ലാത്തൊരവസ്ഥയിൽ നാട്ടിലേക്ക് പണം അയക്കാൻ പറ്റാത്ത, കോവിഡിന് ശേഷം കൃത്യമായി പണം അയക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലും ഇവിടെ ഒരു ധാരാളിത്തം കാണിച്ചുള്ള ജീവിതമാണ് ഇത്തരത്തിൽ ആ കുടുംബത്തെ ഏകദേശം 50 ലക്ഷം രൂപ അടുപ്പിച്ചുള്ള കടബാധ്യതയിലേക്ക് കൊണ്ടെത്തിയ നിഗമനത്തിൽ തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ആദ്യ കുറ്റപത്രം വൈകാതെ തന്നെ സമർപ്പിക്കും. ചില ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യ കുറ്റപത്രം സമർപ്പിക്കും. ആദ്യം മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിന്റെ കുറ്റപത്രമായിരിക്കും സമർപ്പിക്കുക. അങ്ങനെ തെളിവെടുപ്പ് നടത്തിയ മുറയിൽ 1ാം ഘട്ടം, 2ാം ഘട്ടം, 3 ഘട്ടമായിട്ടാണ് തെളിവെടുപ്പ് നടത്തിയ ആ മുറയ്ക്ക് തന്നെയായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. അത്തരത്തിലുള്ള സാമ്പത്തിക അച്ചടക്കമില്ലായ്മ തന്നെയാണ് ഈ ചെറുപ്പക്കാരനെ ഇത്തരത്തിലുള്ള ചിന്തയിലേക്ക് കൊണ്ടുപോവുകയും 5 പേരെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുത്തിയത് എന്നതാണ് പോലീസിന്റെ നിഗമനം. ഏറ്റവും ഒടുവിൽ ഈ സാമ്പത്തിക ബാധ്യത തനിക്ക് അറിയില്ലായിരുന്നു എന്ന് റഹീം നൽകിയ മൊഴി, അതായത് ഈ അഫാന്റെ അച്ഛൻ നൽകിയ മൊഴി, അത് ശരിയാണെന്ന് തെളിയിക്കാൻ ഈ അച്ഛനെയും മകനെയും ഒരുമിച്ചിരുത്തി വെഞ്ഞാറമൂട് SHOയുടെ നേതൃത്വത്തിൽ, അനുകൃഷ്ണ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയുണ്ടായി. ഈ ബാധ്യത സംബന്ധിച്ച് റഹീമിനെ അറിഞ്ഞുകൂടാ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതെല്ലാം നേരത്തെ സൂചിപ്പിച്ചത്. റഹീമിനാണെങ്കിൽ ഒരു കാര്യം പോലും അറിയത്തില്ല, അച്ഛന് ഒരു കാര്യം പോലും. ഒന്ന് ആലോചിച്ച് നോക്ക്, വീട്ടിലെ സ്ത്രീകളാണ് ഇതൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതൊക്കെ. ഒന്ന് ആലോചിക്കുക, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് തുറന്നു പറയണം. ഇതൊന്നും അറിയാതെ രഹസ്യമായിട്ട് വെച്ച് ചെറിയ കട അത് വലുതാക്കി വിടുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇവരൊക്കെ എത്രമാത്രം ഉത്തരവാദിത്തം. ഞാൻ അഫാനെ കുറ്റം പറയുന്നതിനേക്കാളും കൂടുതൽ അമ്മ ഷെമീനെയാണ് ഞാൻ കുറ്റം പറയത്തുള്ളൂ. അവരെ അറസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചോദിക്കണം, അല്ലെങ്കിൽ അവരെ തെളിവെടുപ്പ് ഒന്നും കൂടെ നല്ല രീതി എടുക്കുകയും ചെയ്യണം. നല്ല രീതി അവരെ ചോദ്യം ചെയ്യണം. ഈ പൈസ എവിടെ പോയി, ഇത് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ, ഇത് എങ്ങനെയാണ് ഇതിന്റെ ഇടപാടും കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഇവർക്ക് ആർക്ക് ഇത്രയും പൈസ കൊടുത്തു, അല്ലെങ്കിൽ ഇവർ എന്തിന് ഇത്രയും പൈസ മേടിച്ചു? വീട്ടു ചെലവിന് വേണ്ടിയാണോ?
അതാണോ അറിയേണ്ട കാര്യങ്ങളൊക്കെ? വീട്ടു ചെലവിന് വേണ്ടിയാണോ ഇത്രയും പൈസ? അപ്പൊ വീട്ടു ചെലവിനിപ്പോ എത്ര രൂപയായിരിക്കും? അപ്പൊ പണ്ട് പൈസയുള്ള സമയത്ത് 5ഉം 10ഉം രൂപയാണ്, 10,000 രൂപയ്ക്കാണ് വീട്ടിലെ ചെലവും കാര്യങ്ങളും ഒക്കെ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആഡംബര ജീവിതത്തിന്റെ പോക്ക് എങ്ങോട്ടാ പോയത്? ആ കൊച്ചന്റെ അവസാനം ഇതിന് കടം കയറി പെരുകി എല്ലാം കൂടി ഇവന്റെ തലയിലാവുമെന്ന് കരുതി ഇവന് സമനില തെറ്റി ഇവൻ കാണിച്ച തോന്നിവാസമാണിത്. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഞാൻ ഈ അമ്മയെ തന്നെ കുറ്റം പറയത്തുള്ളൂ, ഈ അമ്മയെ മാത്രം. എന്നിട്ട് അവരാദ്യം വന്നിട്ട് മൊഴി പറഞ്ഞത് എന്താണ്? സാറേ എന്റെ മോനെ രക്ഷപ്പെടുത്തണം, എനിക്ക് എന്റെ മോനെ ഉള്ളു, ഇളയ മോൻ മരിച്ച അവർ ഓർക്കുന്നില്ല. ഈ പറയുന്ന ഹസ്ബൻഡിന്റെ അമ്മ, പിന്നെ കൂടപ്പുറപ്പിന്റെ ഭാര്യ, പോട്ടെ ഒരു തെറ്റും ചെയ്യാത്ത ആ ഫർസാന എന്ന് പറഞ്ഞ പെൺകുട്ടി. ഒന്ന് ആലോചിച്ചു, ഇവനെ സ്നേഹിച്ചെന്നൊരു തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. എല്ലാം തകർത്തെറിഞ്ഞില്ലേ നീ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും അനുജനും ഒക്കെ തെണ്ടി നടക്കുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഈ കൊലപാതകം ചെയ്തതെന്ന തൊടു ന്യായമാണ്. എടാ, ഇപ്പോഴും അങ്ങേരെ തെണ്ടിയാടാ നടക്കുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ റോഡിൽ ആ മനുഷ്യൻ നിൽക്കുന്ന അവസ്ഥ ഒന്ന് നീ ഒന്ന് കാണണമായിരുന്നു. ആ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് മീഡിയക്കാർ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിന്നെ പോലെ ഒരുത്തൻ കാരണമല്ലടാ ആ പാവത്തിന് അവസ്ഥ ഉണ്ടായത്. എന്നിട്ട് ഈ കോണം ഞാനൊന്നും പറയുന്നില്ല. അപ്പോഴും അഫാൻ പറഞ്ഞത് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഏറ്റവും വലിയ തെളിവായി പോലീസ് പറയുന്നത് ഈ കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസം ഈ കൊല്ലപ്പെട്ട കാമുകിൽ നിന്നാണ് 200 രൂപ അഫാൻ വാങ്ങിക്കുന്നത്. അതിൽ 100 രൂപ ബൈക്കിന് പെട്രോൾ അടിച്ചാണ് കട്ടത്തുമലയിലുള്ള അമ്മയുടെ കുടുംബ സുഹൃത്തുക്കളോട് പണം കടം വാങ്ങാൻ വേണ്ടി പോകുന്നത്. കാരണം അന്ന് ഉച്ചയ്ക്ക് ശേഷം 50,000 രൂപ വിവിധ ആൾക്കാർക്ക് പണം കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു. പക്ഷെ ആ വീട്ടിൽ നിന്നും അവർക്ക് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല. തിരിച്ചു വരുമ്പോൾ അന്ന് രാവിലെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ എടുത്തിട്ടാണ് അനുജന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത്. തിരിച്ചു വന്നപ്പോൾ അമ്മയും അയാളും ചേർന്ന് ബാക്കിയുണ്ടായിരുന്ന 100 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുകയായിരുന്നു. തുടർന്ന് ഇങ്ങ് വന്നപ്പോഴാണ് ഈ കൊലപാതകമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് തെളിയിക്കുകയും ഒക്കെ ചെയ്തത്. ചില സിനിമകൾ, ജോജു ജോർജ് അഭിനയിച്ച ചില സിനിമകൾ ഈ തലക്കിടിച്ച് കൊലപ്പെടുത്താൻ പ്രേരിപ്പിച്ചു എന്നുള്ള കഥകളെ പോലീസ് തള്ളുകയാണ്. അതൊരിക്കലും ആയിരുന്നില്ല. ആ കിട്ടിയ പണത്തിന് ഏതെങ്കിലും ഒരു ആയുധം വാങ്ങുക, അത് ഉപയോഗിക്കുക എന്ന് മാത്രമായിരുന്നു പ്രതിയുടെ മുമ്പിലുള്ള കാര്യം. അല്ലാതെ ഏതെങ്കിലും സിനിമയോ ഒന്നും ഈ കൊലപാതകത്തിന് പ്രേരണ നൽകിയിട്ടില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ശരി, കെ അരുൺകുമാറാണ് വിശദാംശങ്ങൾ നൽകുന്നത്. അനിൽകുമാർ പറയുന്നു, അൺഫോർച്ചുനേറ്റ് ദാറ്റ് വെൻ എക്സ്പെൻസസ് ഓവർഷൂട്ട് ഇൻകം ദ ക്രൈം, പൂർ വിക്ടിംസ് ആൻഡ് ബ്രെഡ് ഏർണർ ഇൻ ദ ഗൾഫ് സ്ട്രഗ്ലിംഗ് ടു ഗീവ് എ ഗുഡ് ലൈഫ് ഫോർ ഫാമിലി ഇൻ ഇന്ത്യ എന്ന്. അടുത്ത സാമ്പത്തിക പ്രതിസന്ധി അബദ്ധത്തിലുണ്ടായി പോയതാണ് റഹീമിന്. അത് പരിഹരിച്ച് നാട്ടിലേക്ക് എത്താൻ അവിടെ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇനി നാട്ടിലെത്തിക്കഴിഞ്ഞാലും കഷ്ടപ്പെട്ട് സംഭവിച്ച വീട് വിറ്റ് കഴിഞ്ഞാലും ബാക്കി പണമുണ്ട്, നമുക്ക് സുഖമായി ജീവിക്കാം, അഫാൻ വളർന്നു വരികയാണ് എന്നൊക്കെ ചിന്തിച്ച റഹീമിന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലാണ് ഒരു കുടുംബം മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞു. ആ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വീണ്ടും കടം വാങ്ങിച്ച് ആഡംബരം നടത്തി. അത് മാനേജ് ചെയ്യാൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ പലരോടും പണം ചോദിച്ചു. ഒടുവിൽ പണം ചോദിച്ചപ്പോൾ പലതവണയായപ്പോൾ പലരും നിഷേധിച്ചു. അത് അതിശയമായി തോന്നി. ഈ കടം വീട്ടാൻ കഴിയില്ല, വാപ്പയ്ക്കും വന്ന് വീട്ടാൻ കഴിയില്ല, അതുകൊണ്ട് ഈ കടവുമായി ജീവൻ ഒടുക്കി കഴിഞ്ഞാലും ബാക്കിയുള്ളവർ തെണ്ടിക്കഴിയുന്നത് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു 3 ജീവനുകൾ എടുക്കുകയായിരുന്നു. എന്തൊരു ക്രൂരതയാണ് ചെയ്തതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരുപാട് പേരുടെ സ്വപ്നം ആഗ്രഹം അവൻ ഇല്ലാണ്ടാക്കി കളഞ്ഞത്. ഇപ്പോഴും ആ അച്ഛൻ ആ റോഡിൽ തന്നെ തെരുവിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ എന്തായാലും അവർക്ക് വീട് വെച്ച് കൊടുക്കാന്ന് ആൾക്കാർ ഏറ്റിട്ടുണ്ട്. വീട് വെച്ച് കൊടുക്കുമ്പോഴും ഒരുപാട് ആൾക്കാർ അവർക്കെതിരാണ്. അവർക്കില്ലാത്തത് എന്താണ് ഈ ഇവർക്കുള്ളതെന്ന് ആലോചിച്ച് നോക്ക്. 10-14 വർഷം ജയിലിൽ നിന്ന് കഴിഞ്ഞ് അവൻ നാട്ടിലോട്ട് വരുവാണെങ്കിൽ അവനായിരിക്കും ഈ വീട്ടിൽ താമസിക്കുന്നത്, അവനായിരിക്കും ഈ വീട്, അങ്ങനെയും പറയുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അവനെ സത്യം പറഞ്ഞ ജീവപര്യന്തം എന്താ പറയണ്ട, ഒരു 10-100 വർഷത്തെ വല്ല ഇതുണ്ടെങ്കിൽ കൊടുത്തിടുന്നതായിരിക്കും നല്ലത്. അവൻ ഇനി ഇങ്ങോട്ട് ഇറക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ അമ്മയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ മനുഷ്യന് ഇനി തിരിച്ച് ഗൾഫിൽ പോകാൻ പറ്റത്തില്ല. ഒരു വർഷമെങ്കിലും അവർക്ക് മരുന്നും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്യണം. ഒരു 4 പേരെങ്കിലും വേണം ആ സ്ത്രീ എണ്ണിപ്പിക്കാനൊക്കെ. അവർ കാണിച്ച തെറ്റിന്റെ ദൈവം എന്താ പറയണ്ടേ, മനഃപൂർവ്വം തന്നെ അവരങ്ങനെ ഇട്ടതാന്ന് തോന്നുന്നു. അവരെ കൊല്ലാതെ ഇട്ടതാണ്. കാരണം എന്ന് വെച്ചാൽ അനുഭവിച്ചിട്ട് തന്നെ അവരെ വിടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ. എനിക്ക് ഈ ഒരു സമയത്ത് അത് പറയാൻ പാടില്ല, തെറ്റാണ്. ചിലപ്പോൾ ഇത് എടുത്തുകൊണ്ട് വന്ന് എന്നെ വിമർശിക്കാൻ ആൾക്കാർ കാണും. പക്ഷെ ഞാനിത് പറയുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരുടെ ആഡംബര ജീവിതം കാരണമല്ലേ ഈ പ്രശ്നം ഉണ്ടായത്. അതെനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഷെമിയെ പോലീസ് ചോദ്യം ചെയ്യണം. ഇരുത്തി തന്നെ ഒരുപാട് കാര്യങ്ങൾ പറ്റുവാണെങ്കിൽ ഇവർക്ക് ഇച്ചിരി അസുഖമൊക്കെ മാർഗം ഈ മോനെ ഇവരെയും കൂടെ ഇരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ഇനി ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അറസ്റ്റിനെ കുറിച്ചൊന്നും ഈ സമയത്ത് പറയുന്ന പോലും ശരിയല്ല. എന്തായാലും ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ.